ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമസ്ത ഐക്യ ആഹ്വാനത്തെ ഇരുകയും നീട്ടി സ്വാഗതം ചെയ്ത് കാന്തപുരം വിഭാഗം. ഐക്യ ആഹ്വാനം ഇരു സംഘടനകളും ചർച്ച ചെയ്യുമെന്നും നേരത്തെയും ഐക്യത്തിന് ശ്രമിച്ചിരുന്നതായും മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മധ്യസ്ഥത വഹിക്കാൻ മുസ്ലിം ലീഗ് വേണ്ടെന്നും വ്യവസായി MA യൂസഫ് അലിയെ പോലുള്ളവരാണ് മധ്യസ്ഥതയ്ക്ക് ഉചിതമെന്നും അസ്ഹരി പറഞ്ഞു. സുന്നി സംഘടനകൾ ഐക്യപ്പെടണം എന്ന് പറയുന്ന ഒരു ആഹ്വാനം എപ്പോഴും സ്വാഗതാർഹമാണ്. സമസ്ത നേരത്തെയും ഐക്യത്തിന്റെ ആഹ്വാനം നടത്തിയിട്ടുണ്ട്. സഹോദര സമസ്തയും അങ്ങനെ തന്നെ എപ്പോഴും ഐക്യത്തിന്റെ ആഹ്വാനം തന്നെയാണ് നടത്താറുള്ളത്. ചർച്ചയുടെ ഒരു സാധ്യതയുണ്ട്. അത് ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടന്നതിന് ശേഷമാണ് അതേക്കുറിച്ച് വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമുണ്ട്? ഒരു മധ്യസ്ഥൻ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. ആരെയായിരിക്കും നമ്മൾ അങ്ങനെ ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരായിരിക്കും അത്? യൂസഫ് അലി സാഹിബിനെ പോലുള്ള സമസ്തയുമായി വളരെ ആഭിമുഖ്യമുണ്ട് എന്ന് പറയുന്ന ഇരു സംഘടനകളോടും ഒരേ രീതിയിലുള്ള നിലപാടുകൾ പുലർത്തുന്ന സുന്നി മദ്രസയിൽ തന്നെയാണ് പഠിച്ചത് എന്നതിലൊക്കെ അഭിമാനം കൊള്ളുന്ന അത്തരം വ്യക്തികളായിരിക്കും അതിന് നന്നാവുക. മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടന, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് റോൾ? രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ മതസംഘടനയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രസാദ്, 1989 ആദ്യ പിളർപ്പ് സമസ്തയിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ രണ്ട് വിഭാഗങ്ങളായി മാറി. എങ്കിലും പ്രബല വിഭാഗം സുന്നി തന്നെയാണ്. പിന്നീട് പലവട്ടം പലതരത്തിലുള്ള ഐക്യ ആഹ്വാന ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകൾ നടക്കും, പിന്നീട് ഐക്യപ്പെടും, പക്ഷേ വീണ്ടും പല പല കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ പ്രസ്താവന, ഈ സ്വാഗതം ചെയ്യലിനെ എങ്ങനെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്, ഈ സമുദായം വിലയിരുത്തുന്നത്? സേതുലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഐക്യാഹ്വാനം നടത്തിയത്. വിഘടിച്ചു പോയിട്ടുള്ള സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആഹ്വാനം. അതിനെ സുന്നി സംഘടനകൾ കേരളത്തിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണുള്ളത്. അതിൽ ഏറ്റവും പ്രബലരായിട്ടുള്ള AP EK വിഭാഗങ്ങളാണ്. അതിൽ AP വിഭാഗത്തിന്റെ നേതാവ് തന്നെയാണ് ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നത്. AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരു ചർച്ചയാണ് വേണ്ടത്. അപ്പോൾ ഈ ചർച്ചയിൽ ആര് മധ്യസ്ഥത വഹിക്കണം എന്നുള്ളതാണ്. ഒരു മധ്യസ്ഥത ഉണ്ടാകുന്ന ഇപ്പോഴും നല്ലതാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. MA യൂസഫ് അലിയെ പോലെയുള്ള വ്യവസായികൾ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥത വഹിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഐക്യ ചർച്ചകൾ വളരെ വേഗത്തിൽ നടക്കുമെന്നതുകൂടി അദ്ദേഹം പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സുന്നി സംഘടനകൾ പറയുന്നത് പോലെ തന്നെ ലയനമായിട്ടാണെങ്കിലും ഐക്യമായിട്ടാണെങ്കിലും അത്തരം ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ അതെല്ലാം പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സമീപകാലത്ത് AP EK വിഭാഗങ്ങൾ തമ്മിൽ അത്രത്തോളം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അവർ പലയിടങ്ങളിലും യോജിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പല പൊതുപരിപാടികളും അങ്ങനെ നടത്തുന്നു. അപ്പോൾ കൂടുതൽ അതിനുള്ളൊരു സാധ്യത കൂടി കാണുന്നു എന്നുള്ളതാണ്. പിന്നീട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, സംസ്ഥാന ജമിയത്തുൽ ഉലമ പോലെയുള്ള സുന്നി സംഘടനകൾ കൂടി ഇക്കാര്യത്തിലേക്ക് നിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ആഹ്വാനമായിട്ടാണ് ജിഫ്രി തങ്ങളുടെ ഇന്നലത്തെ പ്രസ്താവനയെ AP വിഭാഗം കാണുന്നത്. ഇനി തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ MA യൂസഫ് അലിയെ പോലെയുള്ള വ്യവസായികൾ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകുമോ എന്നതുകൂടിയാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി പ്രസാദ്, ശരി. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.